മെൽബണിലെ ടൈനി ഹൗസ് കണ്ടിട്ടുണ്ടോ? ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഒരു ഫാം ലാൻഡിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കോൾഡ് പ്ലഞ്ച് ഒന്ന് ചെയ്തിട്ടുണ്ടോ? എന്നെ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വിൻ്റർ ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ അല്ല ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ പ്രാവശ്യം പോകുന്നത് മെൽബണിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വിൻ്റർ ടൈമിലും ഇവിടെ നമുക്ക് മഴയും തണുപ്പൊക്കെ വരുന്നത് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് മഞ്ഞൊന്നും വരില്ല. മഞ്ഞ് കണ്ടെങ്കിൽ നമ്മൾ ടാക്സിയിലേക്കോ മെൽബണിലേക്കോ സിഡ്നിയിലേക്കോ ഒക്കെ നമ്മൾ ഫ്ലൈ ചെയ്യണം. അപ്പോൾ വിൻ്റർ ടൈം എൻജോയ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്ക് അവിടെ പോയിട്ട് സ്കീയിങ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഉണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഒരു 3 days നമ്മൾ അവിടെ ഒരു സ്കീയിങ്ങിൽ മൗണ്ട് ബുള്ളറിൽ പോയിട്ട് നിന്ന് സ്കീയിങ് ഒക്കെ ഒന്ന് പഠിച്ച് എക്സ്പേർട്ടായിട്ട് വരാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഒരു 5 days 4 nights ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ട്രിപ്പിനും. അപ്പം നമുക്കൊന്ന് മെൽബൺ കണ്ടിട്ട് വന്നാലോ? ഏതാണ്ട് ഒരു 3.5 മണിക്കൂറാണ് പെർത്ത് നിന്ന് മെൽബണിലേക്കുള്ള ടൈം. അങ്ങനെ രാത്രി ഇതേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇന്നലെ ബെഡ് കണ്ടത് മാത്രം ഓർമ്മയുള്ളൂ, അപ്പം തന്നെ ഫ്ലാറ്റായിപ്പോയി. ഇന്ന് ഒരു 9 മണിയായപ്പോൾ അലാം അടിച്ചപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ എനിക്ക് പോയിട്ട് കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. കാര്യം കാറ് റെൻറ്റിനെടുത്ത് കാറൊന്ന് ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലേ നമ്മുടെ ട്രിപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ആവുള്ളൂ. നമ്മൾ പോണത് മാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാബിൻ എടുത്തിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂറുണ്ട്. പോണതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഫുഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാൻസ്ഫീൽഡിലേക്ക് പോകാൻ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മളിത് ഇന്നിപ്പോൾ അതാ വന്നിരിക്കുന്നത് ശ്രീ മുരുകൻ എന്ന് പറഞ്ഞൊരു തമിഴ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പം നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറി നോക്കാം. നല്ല ഫുഡ് അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല ഉഷാറ് വന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ മാൻസ്ഫീൽഡിലേക്കാണ് വിട്ടത്. ഒരു 1 hour നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പൊക്കെ മാറാൻ തുടങ്ങി. ആ ഒരു ബിസി എൻവയോൺമെൻറ്റിൽ നിന്നും കുറച്ചും കൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഗ്രീനറിയും പിന്നെ മെഡോസും ഒക്കെ ഉള്ളൊരു എൻവയോൺമെൻറ്റിലൊക്കെ ആയിട്ടോ. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും റോഡിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ആ ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ യേ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഉള്ളത്. ആക്ച്വലി ടൗണിൻ്റെ പേര് എ എന്നാണോ ഇ എന്നാണോ അറിയില്ല, YEA എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പേര് കണ്ടപ്പോഴും പിന്നെ അത്യാവശ്യം കുറച്ച് കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ വി തോട്ട് ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയടിച്ചിട്ട് നമുക്ക് മാൻസ്ഫീൽഡിലേക്ക് പോകാമെന്നുള്ളത്. ഈ ടൗൺ നമ്മുടെ ടിപ്പിക്കൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ടൗൺ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു കുട്ടി ടൗൺ വേർ കുറച്ച് ഷോപ്സ് ഉണ്ട്, കുറച്ച് ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ട്, കുറച്ച് കഫേസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യൂട്ട് ലിറ്റിൽ ടൗൺ ആണിത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കുടിച്ചായിരുന്നു കേട്ടോ. യമ്മെന്ന് പറഞ്ഞാൽ യമ്മാണ്. മാഷ്മെലോസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് പൗഡർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി യം. ഈ തണുപ്പത്ത് ശരിക്കും ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു അത്. ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു കളക്റ്റബിൾ ഷോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യൂട്ട് ലിറ്റിൽ ബേർഡീസിൻ്റെ ഒരു ഹാങ്ങിങ് ആണ് ഞങ്ങൾ പ്രാവശ്യം വാങ്ങിയത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ മാൻസ്ഫീൽഡിലേക്കാണ് വിട്ടത്. അപ്പോൾ ഓൺ ദ വേയിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസം വന്നായിരുന്നു വെതറിൽ. നിറയെ ക്ലൗഡിയും അതുപോലെ കുറച്ച് മിസ്റ്റും ഫോഗൊക്കെ വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു വഴിയിൽ മുഴുവൻ. പിന്നെ നിറയെ ഗ്രീൻ കളറിലുള്ള മെഡോസാണ്. ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് ഭയങ്കര ഒരു സെറീൻ ഫീൽ തരുന്നുണ്ടായിരുന്നു ഈ ഡ്രൈവ് മൊത്തം കേട്ടോ. അങ്ങനെ നമ്മുടെ Day 1 അക്കോമഡേഷനിൽ ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ടൈനി ക്യാബിനിൽ നിൽക്കാൻ പോണത്. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ക്യാബിൻ കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ വന്നത് ഇത്രയ്ക്കേ ഉള്ളൂ ആകെ എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള ഏരിയ കേട്ടോ. നമ്മളെ കാണാനായിട്ട് ഇവിടെ ഒരാളുണ്ട്. Hey buddy. ഹലോ. ശരിക്കും ഈ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏതോ ഒരു സ്ഥലത്ത് വന്ന പോലെയാണ്. ഒരു നല്ല ഭംഗിയുള്ളൊരു കുതിരയും നിറയെ കിളികളുടെ ശബ്ദവും മലകളും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകം. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഗ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൗച്ച്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കിച്ചൺ കാണാം. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ പോലെ വെച്ചിട്ടുണ്ട് ഇവർ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും നമുക്ക് നമ്മുടെ കുതിരക്കുട്ടീനെയൊക്കെ ഇവിടെ നിന്ന് കാണാൻ കണ്ടോ. പിന്നെ നമ്മുടെ ഷവർ ഏരിയ ഉണ്ട് ഇവിടെ. ഇതാണ് ഷവർ റൂം. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു വാഷ്റൂം സെറ്റപ്പ് ഉണ്ട്. മുകളിൽ നമ്മുടെ മാട്രസ് ബെഡ്റൂമാണ്. വീട്ടിലൊന്ന് സെറ്റിലായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പുറത്ത് ഫയർ ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ Day 1 ഞങ്ങളുടെ ഇവിടെ തീരുകയാണ്. അങ്ങനെ ഇന്ന് Day 2 ആണ് നമ്മുടെ മെൽബണിൽ. അപ്പോൾ കാലത്ത് എണീറ്റ് ജസ്റ്റ് ഹാഫ് പ്രോസസ്സിലാണ് നമ്മൾ ഗെറ്റിംഗ് റെഡിയിൽ. പുറത്ത് നല്ല തണുപ്പാണ്. ആക്ച്വലി ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്, പക്ഷേ നല്ല തണുപ്പാണ്. കാണിച്ചു തരാം കേട്ടോ.
എൻ്റെ വിൻഡോസൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഫ്രോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നല്ല മൂടൽ മഞ്ഞൊക്കെ വന്ന് കോടയൊക്കെ വന്ന് ഇരിക്കുന്നൊരു ഫീലാണ് കേട്ടോ. നമ്മളിത് കാലത്ത് എനിക്കാണ് ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മൗണ്ട് ബുള്ളറിലേക്ക് സ്കീയിങ് ലെസൺസിന് പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോയപ്പോൾ സ്കീ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ആണ് വൺ ഓഫ് ദ റീസൺസ് ആണ് നമ്മൾ മെൽബണിലേക്ക് ട്രിപ്പ് അടിക്കാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് മൗണ്ട് ബുള്ളറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് പോവാം. അതല്ലെങ്കിൽ നമുക്ക് കാർ ഓടിച്ചിട്ട് ഒരു പോയിന്റ് വരെ കാർ ഓടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോവാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പം സ്നോ ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ സ്നോ ചെയിൻസ് കാറിൻ്റെ ടയേഴ്സിൽ ഇടേണ്ടി വരും. അപ്പം ഞങ്ങൾ ആ മെനക്കെടിന് നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പോയിന്റ് വരെ കാറിൽ പോയിട്ട് പിന്നെ അവിടെ ഞങ്ങളുടെ ഒരു ബസ് എടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് ജസ്റ്റ് എത്തി, കറക്റ്റ് 10:30 എത്തി. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് നമ്മൾ മൗണ്ട് ബുള്ളറിൽ പോകാനും സ്കീ ചെയ്യാനും സ്നോ കാണാനും എല്ലാത്തിനും. അങ്ങനത്തെ ഞങ്ങൾ മൗണ്ട് ബുള്ളർ എത്തിയിട്ടോ. സ്നോ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് സ്നോ ഇല്ല സത്യം പറയുകയാണെങ്കിൽ ഇവിടെ, ബട്ട് നോട്ട് ടു ബാഡ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കാണാൻ കുട്ടികൾ കളിക്കണതൊക്കെ. അത് കഴിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ സ്നോ ഉണ്ടാവും, നമുക്ക് പ്രോപ്പറായിട്ട് സ്കീയിങ് ഒക്കെ പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കണം. ലിഫ്റ്റ് പാസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് സ്നോ കാണാൻ പറ്റും. പക്ഷേ കണ്ടില്ലേ, സണ്ണിയാണ് ഇന്ന്. അത് കാരണം നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു വിൻ്ററിഷ് ഫീലിംഗ് ഒന്നും ഇവിടെ ഇല്ല അത്രയ്ക്കധികം, ഈവൻ ദോ സ്നോ ഉണ്ടെങ്കിലും. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലെയേഴ്സൊക്കെ എടുത്ത് മാറ്റി ഞാൻ ബേസ് ലെയറിലാണ് നിൽക്കുന്നത്. ഈവൻ ജാക്കറ്റ് പോലും ഇതിൻ്റെ മുകളിൽ ഇടേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു വെതറാണ്. പക്ഷേ വിൽ സി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ സ്കീ ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഹെൽമെറ്റും നമ്മുടെ പോൾസും ഷൂസ് ഇതിട്ടിട്ട് നടക്കാനായിട്ട് ആക്ച്വലി ഇച്ചിരി പാടാണ്, പക്ഷെ ഇതൊക്കെ കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ലെസൺസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയയാണ് നമ്മുടെ പഠിക്കാനുള്ള ഏരിയ. ആൻഡ് ഞങ്ങൾ കുറച്ച് നാളായി സ്കീ ചെയ്തിട്ട്, അപ്പോൾ അത് കാരണം ഞങ്ങൾ ബിഗിനർ ഫസ്റ്റ് ടൈമേഴ്സിൻ്റെയാണ് എടുത്തത്. ഇനി നമ്മൾ നമ്മുടെ ലെസൺസ് തുടങ്ങാൻ പോവാണ്. ലെസൺസ് എടുത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നി. കാര്യം 2 വർഷമായി നമ്മൾ സ്കീ ചെയ്തിട്ട്, അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് പോലെയായിരുന്നു നമ്മൾ ഈ ലെസൺസ് എടുത്തപ്പോൾ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഈ ഒരു സാധനത്തിന് നമ്മൾ പറയുന്നത് മാജിക് കാർപ്പറ്റ് ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടെ നമ്മൾ കയറി അതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ ഹില്ലിൽ നിന്ന് താഴത്തോട്ട് സ്കീ ചെയ്ത് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലെസൺസൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓണാണ് നമ്മൾ എക്സ്പേർട്സ് അല്ലെങ്കിൽ ബിഗിനർ എക്സ്പേർട്സ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ സ്കീ ചെയ്യുന്നു, വീഴുന്നു, വീണ്ടും തന്നെ എണീക്കുന്നു, വീണ്ടും സ്കീ ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ ചാലഞ്ച് ചെയ്ത് ഞങ്ങൾ സ്കീ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഭയങ്കര ടയേർഡുമായി. ശരിക്കും തിരിച്ച് ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഒന്നിനുമുള്ള എനർജി ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടിലെത്തി നല്ലൊരു ഫുഡ് കഴിച്ച് മേലഴുകി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു തരത്തിൽ ഞങ്ങൾ ഡിന്നറൊക്കെ ഉണ്ടാക്കി ഫുഡ് അടിച്ചത് ഇന്നത്തെ ഡേ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ഡേ 3 ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ നമ്മുടെ മൗണ്ട് ബുള്ളറിൽ പോയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സ്നോയിൽ കളിക്കലും സ്കീ ചെയ്യാനൊക്കെ ആയിട്ട് പഠിച്ചു, അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മുടെ കുതിരക്കുട്ടിക്കൊക്കെ ഒരു ടാറ്റ ബൈ ബൈ കൊടുത്തു. ഇപ്പം നമ്മൾ പോണത് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു ആൽപൈൻ ടൗണിലേക്കാണ്. ആ പോകുന്ന വഴിയൊക്കെ ഭയങ്കര സീനിക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളും ഡ്രൈവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ പവേഴ്സ് ലുക്ക് ഔട്ട് എന്ന് പറയുന്നൊരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് ഔട്ടിന് ഹാരി പവർ ലുക്ക് ഔട്ട് എന്നാണ് കേട്ടോ പറയുക, അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ അത് വരാനുള്ള റീസൺ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഹാരി പവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുഷ് റേഞ്ചർ ഉണ്ടായിരുന്നു. ബുഷ് റേഞ്ചർ എന്ന് പറഞ്ഞാൽ ആൾ ഇതുപോലത്തെ ബുഷ് ലാൻഡിലാണ് താമസിക്കുന്നതും ജീവിക്കുന്നതും. ആൻഡ് അവരപ്പം ആൾക്കാരുടെ അടുത്തൊന്നും ഒക്കെ റോബ് ചെയ്തിട്ടാണ് അവരുടെ ലിവിങ് അവർ ചെയ്യുക. അപ്പം അതിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലത്തിനെ പവർ ലുക്ക് ഔട്ട് എന്ന് വിളിക്കുന്നത്. ഇതാണ് ആ ലുക്ക് ഔട്ട് പോയിന്റ്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഡ്രൈവ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നിറയെ ഷീപ്സും കൗസും ഒക്കെ ഉണ്ടായിരുന്നു സൈഡുകളിലായിട്ട്. സീനിക് ഡ്രൈവ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിവിടെ മാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബീച്ച് വർത്ത് എന്ന് പറഞ്ഞൊരു ടൗണിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രൈറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. ഇതിവിടെ ആദ്യമായിട്ട് ഗോൾഡ് കണ്ടുപിടിച്ചപ്പം വന്നിട്ടുള്ളൊരു വൺ ഓഫ് ദ ടൗൺസിലെ ഏർലിസ്റ്റ് ടൗൺസിലൊന്നാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗോൾഡ് ഓഫീസും പിന്നെ ടെലിഗ്രാഫും ഇവിടുത്തെ പണ്ടത്തെ ബാങ്കുകൾ, പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ
സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറേ ഇതുപോലത്തെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് വർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ നമ്മുടെ അക്കോമഡേഷനിലേക്കാണ് വന്നത്. ടൗണിൽ നിന്നും എല്ലാ വക പൊല്യൂഷൻസിൽ നിന്നും ഒക്കെ ഭയങ്കര ദൂരെ ഭയങ്കര സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സ്ഥലം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട് ആൻഡ് നിറയെ ലോൺ ഉണ്ട്. സോ ദാറ്റ് നമുക്ക് അവിടെ പോയിട്ട് കിടക്കാം. ഇന്ന് ഈവനിങ് ഐ സീ മൈ സെൽഫ് ലൈങ് ഡൗൺ ദെയർ. അവിടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോണത് മോസ്റ്റ് ഓഫ് മൈ ടൈം. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ആ കാണുന്നതും ഒരു വാട്ടർ ബോഡിയാണ്. അത് വലിയൊരു ഫാം ലാൻഡ് ആണെന്നാണ് ഇവിടെയുള്ള ഇതിൻ്റെ ഓണർ പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് സോ പീസ്ഫുൾ ഹിയർ, സോ പീസ്ഫുൾ. കുറേ ഫ്രോഗീസിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം. പിന്നെ കാലത്തും വൈകിട്ടും നമുക്ക് പശുമ്പയുടെ ശബ്ദം കേൾക്കാം എന്നാണ് പറഞ്ഞത്. ആൻഡ് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും ശരിക്കും ഒരു പാർട്ട് ഓഫ് മീ വാണ്ടഡ് ടു ബി സംവെയർ ലൈക്ക് ഹിയർ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കൂ. ഒന്നുമില്ല, ഭയങ്കര നിശബ്ദത, ജസ്റ്റ് നേച്ചറിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഒരു ടൈപ്പ് പൊല്യൂഷനോ ഒന്നുമില്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാനൊന്ന് പോയിട്ട് വീടിൻ്റെ അകം കാണട്ടെ കേട്ടോ. വാവ്. ഇവിടെ ഒരു കോസി ആയിട്ട് 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് നൈസ് ലിറ്റിൽ കിച്ചണാണ് ഇവരുടെ. പിന്നെ ഒരു ബെഡുണ്ട്. ആ ബെഡിൽ നിന്നുള്ള വ്യൂ ശരിക്കും ഈ ഗാർഡനല്ല സോറി, ഈ ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു ലോണും പോണ്ടും ഒക്കെയാണ് അവിടെ നിന്നുള്ള വ്യൂ. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഈ പോണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിനൊക്കെ പോയി കേട്ടോ. രാത്രി സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നിറയെ സ്റ്റാർസ് ഉണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ സ്കൈ വിത്ത് സ്റ്റാർസ് കാണാൻ പറ്റും. അത് കണ്ടിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്ന് Day 4 ആണ്. ഈ ഒരു വ്യൂവിലേക്കാണ് ഞങ്ങൾ നമ്മുടെ Day 4 സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഇറ്റ് ഫീൽസ് അമേസിങ്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കാലത്ത് എണീറ്റ് മൺഡേ തീരെ റഷൊന്നും ഇല്ലാതെ ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പം ഗ്രേറ്റ്ഫുള്ളാണ്. ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിനും ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയതിനും ഇങ്ങനത്തെ ഒരു ഫാമിലി കിട്ടിയതിനും ആൻഡ് ഫോർ എവറിത്തിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ Day 4 സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മൾ നേരെ ബ്രൈറ്റിലേക്കാണ് പോണത്. കാര്യം ഇപ്പം നമ്മൾ നിൽക്കുന്ന ബ്രൈറ്റിന് കുറച്ച് മുന്നേ ഉള്ളൊരു സബർബിലാണ്. അപ്പോൾ അവിടുന്ന് ബ്രൈറ്റിൽ പോകണം. ബ്രൈറ്റിൽ പോയിട്ട് പോണ വഴിക്ക് അഗെയിൻ കുറച്ച് സീനിക് ഡ്രൈവ്സ് ചെയ്യണം. കാര്യം തിരിച്ച് ബ്രൈറ്റിൽ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് മെൽബണിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പെനിൻസുല ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും നമ്മുടെ പ്ലാൻ ഡ്രൈവാണ്. ഭംഗിയുള്ള സ്ഥലത്തൂടെ പോവുക, എൻജോയ് ചെയ്യുക, നിർത്തുക, ഫുഡ് അടിക്കുക, കുറച്ച് ട്രെയിൽ വാക്സ് അതിൻ്റെ ഇടയിൽ എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ വൂറഗി എന്ന് പറഞ്ഞൊരു ടൗണിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബ്രൈറ്റിലാണ്. അപ്പോൾ ആ ഒരു ട്രാവൽ ഉണ്ടല്ലോ ശരിക്കും കാറിലൂടെയുള്ള ഡ്രൈവ്, ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഒരു മിനി യൂറോപ്പിൻ്റെ ഒരു ഫീലായിരുന്നു നമുക്ക്. വിക്ടോറിയയുടെ ഈ ഒരു ഇന്നർ റീജിയണൽ ഏരിയയിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്നുള്ളത്. ശരിക്കും പൈൻ ട്രീസിൻ്റെ ഒരു മലകളും പിന്നെ മെഡോസും, പ്രത്യേകിച്ച് ഇത് വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രീനറിയാണ് ചുറ്റിലും. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനറിയാണ്. ഭയങ്കര രസമായിരുന്നു ഡ്രൈവ്. അപ്പോൾ ഈ ഡ്രൈവ് തന്നെ വേർത്താണ്. മസ്റ്റായിട്ട് പോകേണ്ട ഒരു ഡ്രൈവാണ്. ഡ്രൈവിൻ്റെ മാപ്പ് ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിക്ടോറിയ മെൽബൺ ഭാഗങ്ങളൊക്കെ ഒന്ന് വരാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ഡ്രൈവ് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോള് അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഈ ഒരു സ്ട്രീമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു പാർക്ക്, ലോൺ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഈ ഒരു കുട്ടി ബ്രിഡ്ജും ലോണും അതുപോലെ നിറയെ പ്ലാന്റ്സും ബേർഡ്സും സ്ട്രീമും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇനി റൊമാൻസ് അടിച്ചിരിക്കാൻ പോവാണ്. ഇവിടെ ബ്രഞ്ച് കഴിക്കാനായിട്ട് ബ്രൈറ്റ് ബ്രൂവറിയിലേക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അമേസിങ് ആണ്. അപ്പം എന്തായാലും ഇവിടുന്ന് നമ്മളൊരു ബ്രഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് സ്ഥലം വിടായിരിക്കും തിരിച്ച് മെൽബണിലേക്ക്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ പെനിൻസുലയിലേക്കുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ദേ നോക്കുമ്പം നിറയെ സോളാർ പാനൽസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതൊരു ഫീൽഡ് പോലെ എല്ലാ ഭാഗത്തും നമ്മൾ എങ്ങനെയാണ് ഒരു കൃഷി ചെയ്യുക അതുപോലെ ആ ഭാഗത്ത് മുഴുവൻ സോളാർ പാനൽസ് ആണ്. കൈൻഡ് ഓഫ് ഒരു സോളാർ ഫാം. ഞങ്ങളപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ എവെയാണ് മെൽബൺ സിറ്റിയിൽ നിന്നും. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുള്ളത് സിറ്റിയിലല്ല, പക്ഷെ കുറച്ച് പെനിൻസുല ഹോട്ട് സ്പ്രിംഗ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ബിക്കോസ് നാളെ കാലത്ത് നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് ക്ലോസർ ആയിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിലേക്ക് ഒന്ന് റിഫ്ലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ടൗൺ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആണ് കേട്ടോ. അവിടുത്തെ ആ ഒരു സ്ട്രീമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് സെറീനാണ്. അതുപോലെ കുട്ടി കുട്ടി ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ആൻഡ് ഇത് ഓൾമോസ്റ്റ് ഒരു 4 to 5 hours എവേ ആയിട്ടേ ഉള്ളൂ നമ്മുടെ മെൽബണിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു 1 or 2 nights ഒരു സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോവാം. പിന്നെ ഈ ട്രിപ്പ് ശരിക്കും ഞങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആകെ മാറ്റിയിട്ടോ. അതായത് നമ്മൾ ഇത്രയും നാൾ മെൽബൺ എന്ന് പറയുമ്പം വിചാരിച്ചിരുന്നത് ഭയങ്കര ബിസി പ്ലേസ് ആണ്, ഭയങ്കര ക്രൗഡഡ് ആണ്, നമ്മളൊരിക്കലും പ്രിഫർ ചെയ്യില്ല മെൽബണിൽ വന്ന് നിൽക്കാൻ, നമ്മളെപ്പോഴും വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്, അങ്ങനത്തെയൊക്കെ കുറേ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇവിടുന്ന് ഒരു 1 hour ദൂരേക്ക് നമ്മൾ വരാൻ തുടങ്ങിയപ്പോൾ ശരിക്കും അമേസിങ്. ഇവിടുത്തെ ടെറൈൻ ആണെങ്കിലും അതെ ഭയങ്കര സ്റ്റീപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കയറ്റം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറക്കം, ഭയങ്കരമായിട്ട് നമുക്ക് ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി വി റെക്കമെൻഡ് എക്സ്പ്ലോറിങ് വിക്ടോറിയ. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വിക്ടോറിയ ഇസ് എൻ അമേസിങ് പ്ലേസ് ടു വിസിറ്റ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡ്രൈവ്സ് ഇഷ്ടമാണ്, റോഡ് ട്രിപ്സ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. ഇന്നലെ നമ്മുടെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിൽ ചെക്ക് ഇൻ ചെയ്തപ്പം കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അഗെയിൻ നമ്മളൊരു ടൈനി ഹൗസിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇതൊരു ട്രെയിലറിലുള്ള ഒരു ഹൗസാണ്. അപ്പോൾ ഈ ഒരു ടൈനി ഹൗസിൻ്റെ ഈ വീടിൻ്റെ അകവും പുറത്തൊക്കെ എങ്ങനെയാണ് ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കൂട്ടോ. മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 5. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെനിൻസുല ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മെൽബണിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അനദർ റീസൺ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ളത്. അവിടെ ഏതാണ്ട് ഒരു 50ഓളം ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എവിടെയോ ആയിട്ട് ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആ വെള്ളം ഇവിടെ പല പല കുട്ടി കുട്ടി പൂളുകളിലൊക്കെ ആയിട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യണത്. അപ്പോൾ ശരിക്കും ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ചൂട് വെള്ളത്തിൽ നേച്ചറിൽ ഇങ്ങനെ ലയിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡേ മെൽബണിൽ. നാളെ കാലത്ത് ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ച് പെർത്തിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്ന് ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ ഫുൾ ഡേ നമ്മൾ പെനിൻസുലയിലേക്ക് പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ പെനിൻസുലയിലെത്തി. അവിടെ ഞങ്ങൾ റോബും നമ്മുടെ ടവലൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓരോ ഹോട്ട് സ്പ്രിങ്ങിലും ഇവിടുത്തെ ടെമ്പറേച്ചറും ആ വാട്ടറിലെ ടെമ്പറേച്ചറും അതുപോലെ എത്ര നേരം നമുക്ക് മാക്സിമം ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ നിൽക്കാം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും. കാര്യം ഒത്തിരി നേരം നമ്മൾ ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ ഫോർ എക്സാമ്പിൾ ഒരു 40 ഡിഗ്രി ഉള്ള ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ടൈം റേഞ്ച് നമുക്ക് എപ്പോഴും അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ നമ്മൾ കുറേ നേരം കിടക്കുമ്പം ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കുറേ സ്ഥലങ്ങളിലായിട്ട് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഏരിയകൾ കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ടയേർഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് വാട്ടറിൻ്റെ പുറത്ത് വന്നൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹോട്ട് സ്പ്രിങ് മാത്രമല്ല ഈ പെനിൻസുലയിലുള്ളത്. ഇവിടെ നമുക്ക് സോന ചെയ്യാം, അതുപോലെ ടർക്കിഷ് ഹമാം ബാത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് കോൾഡ് പ്ലഞ്ചും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എല്ലായിടത്തുമായിട്ട് നമുക്ക് ചുറ്റിലും നേച്ചറിനെ എംബ്രേസ് ചെയ്തിട്ടുള്ള പോലുള്ള കാര്യങ്ങളാണ്. നിറയെ വാട്ടർഫോൾസും, അതായത് ഈ കാണുന്നത് ശരിക്കും ഡക്കിന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മാത്രമാണ്. അവിടെ നമുക്ക് ആക്സസ് ഇല്ല. പിന്നെ ഇവർക്ക് ഷവർ ഏരിയാസ് ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് അടിപൊളി ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞങ്ങൾ സോന ചെയ്തു, അത് കഴിഞ്ഞൊരു ഷവർ എടുത്തു, പിന്നെ വീണ്ടും ടർക്കിഷ് ബാത്ത് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഒരു കോൾഡ് വാട്ടറിലേക്ക് നമ്മളൊരു പ്ലഞ്ച് ചെയ്തു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ബോഡി മുഴുവൻ സ്വെറ്റായി, പോഴ്സ് എല്ലാം ഓപ്പണായി നമ്മൾ ആ കോൾഡ് വാട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ് ഫീൽസ് അമേസിങ്. അങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിനോട് ഒരു വിട പറഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു റാപ്പും സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാ ഇവിടെ തീരാണ്. ഇവിടുന്ന് നേരെ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള അക്കോമഡേഷനിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. ചെക്ക് ഇൻ ചെയ്ത് കാറൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മുടെ ഫൈനൽ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആയി. അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മുടെ ബോഡിയും മൈൻഡും എല്ലാം റിഫ്രഷ്ഡ് ആയി, റിലാക്സ്ഡ് ആയി. തിരിച്ച് നമ്മുടെ ഡേ ടു ഡേ റുട്ടീനിലേക്ക് പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങളിത് ഈ ഫ്ലൈറ്റ് കയറുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.